ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ചൂടുകാലത്ത് നമുക്ക് തണുക്കാൻ പറ്റിയ നല്ലൊരു നാരങ്ങ വെള്ളം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വെറൈറ്റി ആയ ഈ നാരങ്ങ വെള്ളത്തിന് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാൻ 2 ശർക്കര പൊടിച്ചെടുത്തതാണ്. അപ്പോൾ സാധാരണ നമ്മൾ പഞ്ചസാര ഉപയോഗിച്ചാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കാറ്. അപ്പോൾ ഈ ശർക്കര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നാരങ്ങയാണ്. ഞാൻ ഒരു വലിയ നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ 3 ചെറിയ ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏലക്ക കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നാരങ്ങ വെള്ളത്തെ സ്പെഷ്യലാക്കുന്ന വാനില എസൻസ് ആണ്. അപ്പോൾ ഇത് 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാരങ്ങ വെള്ളത്തിന് വ്യത്യസ്തമായൊരു ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ല തണുപ്പിച്ചെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായി അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ചെറിയ ഗ്ലാസ് വെള്ളമാണ് എടുത്തിരുന്നത്. ഇനി ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം 3 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. ചെറിയ ഗ്ലാസ്സിനാണ്. ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബേസിൽ സീഡ്സ് ആണ്, കസ്കസ. അപ്പോൾ അത് 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് കുതിർത്ത് വെക്കണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ നാരങ്ങ വെള്ളം ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 3 ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് നമുക്ക് ഉണ്ടാവുക, ചെറിയ ഗ്ലാസ്സിനായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഈ നാരങ്ങ വെള്ളം ഇനിയൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് ഈ നാരങ്ങ വെള്ളം സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. നമ്മൾ ശർക്കര ചേർത്തത് കാരണം നാരങ്ങ വെള്ളത്തിന് ഒരു യെല്ലോ കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഡാർക്ക് ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം ആ കളറായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി ഇതിലേക്ക് കസ്കസ ചേർത്ത് കൊടുക്കാം. കസ്കസ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ വെള്ളം സ്പെഷ്യലും ആവും, അതേസമയം നല്ല ടേസ്റ്റും ആയിരിക്കും. ഈ ചൂടുകാലത്ത് നമുക്ക് തണുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി നാരങ്ങ വെള്ളം തന്നെയാണ് ഇത്. ഒരു ഹെൽത്തി നാരങ്ങ വെള്ളം എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഈ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശർക്കരയുടെയും ഏലക്കായുടെയും വാനില എസൻസിൻ്റെയൊക്കെ ഫ്ലേവർ ചേർന്ന നല്ലൊരു കളർഫുൾ നാരങ്ങ വെള്ളം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്